ഈ അമേരിക്കയിലെ പൗരത്വത്തെ സംബന്ധിച്ച് അമേരിക്കൻ പൗരനാകാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഈ രണ്ടാം ഭരണം അദ്ദേഹം ചില നിബന്ധനകളൊക്കെ പറഞ്ഞു. അതിപ്പോൾ അവിടെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്, സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. എന്താണ് അതിൽ നമുക്കറിയാൻ കഴിയുന്നത്? നമുക്ക് ഈ കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ടും മരിശൻ തീരാഞ്ഞിട്ട് അവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു, ഒരു പാട്ടുണ്ടല്ലോ. ട്രംപ് ഏതാണ്ട് ഇപ്പോൾ ആ അവസ്ഥയിലാണ്. കാരണം സുപ്രീം കോടതിയിൽ നിന്ന് എടുത്തുടുക്കാൻ തുടങ്ങിയിട്ട് കുറേയായി, കുറേ കാര്യങ്ങളായി, പല കാര്യങ്ങൾ. അതായത് ഏറ്റവും പ്രമാദമായിട്ട് വന്നത് മറ്റേ പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയ നടപടിയുണ്ടല്ലോ. ആ കാര്യത്തിൽ സുപ്രീം കോടതി ട്രംപിന്റെ ഉത്തരവുകൾ റദ്ദ് ചെയ്തു. അത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാപരമായ അദ്ദേഹത്തിന് അവകാശമില്ലാത്തതാണ്. തൊട്ടു പിന്നാലെ അമേരിക്കൻ കോൺഗ്രസ്, അയാൾ ഇറാനിൽ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് അതിനെതിരെ നിയമം കൊണ്ടുപോകും. അത് വലിയ താമസമില്ലാണ്ട് കോടതി കയറും. അവിടുന്ന് സുപ്രീം കോടതിയിൽ നിന്നും ട്രംപിന് നല്ലത് കിട്ടാൻ പോകുന്നു, അത് വരാനിരിക്കുന്നു. പിന്നെ ഇപ്പൊ വന്നത് ഈ ജന്മാവകാശ പൗരത്വം എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ചേട്ടനും ഭാര്യയും അമേരിക്കയിലോട്ട് ഒരു യാത്ര പോകുന്നെന്ന് കരുതുക. ചേട്ടൻ അവിടെ വെച്ചൊരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരാണ്, പക്ഷെ ആ കുഞ്ഞ് അമേരിക്കൻ പൗരത്വം അവിടെ ജനിച്ചത് കൊണ്ട് അമേരിക്കൻ പൗരത്വം കിട്ടും. മനസ്സിലായി? അപ്പോൾ അത് പണ്ട് മുതലേ ഉള്ള അമേരിക്കയിലെ ഭരണഘടനയുടെ 14ാമത് അനുച്ഛേദത്തിൽ, അല്ല 14ാമത് അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി. ആ ഭേദഗതിയിൽ ആ ഭരണഘടന എഴുതി തയ്യാറാക്കിയവർ പറഞ്ഞിരിക്കുന്നത്, അവിടെ ജനിക്കുന്ന കുട്ടിക്ക് അമേരിക്കയിൽ സാധാരണ പൗരന് കിട്ടുന്ന എല്ലാവിധ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇപ്പൊ സുപ്രീം കോടതി അതിന്റെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് അദ്ദേഹം പുറപ്പെടുവിച്ച വിധിയിൽ, ആ സുപ്രീം കോടതിയിലെ ഇതിന്റെ ബെഞ്ച് 6-3 എന്ന ഭൂരിപക്ഷത്തിൽ 3 പേര് ഇതിനെ ട്രംപിന്റെ നടപടിയെ അനുകൂലിച്ചു. 6 പേർ ട്രംപിന്റെ നടപടിയെ എതിർത്തുകൊണ്ട് ട്രംപിന്റെ ഈ ഉത്തരവ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. ട്രംപ് രണ്ടാമത് അധികാരത്തിലേറിയ ആദ്യത്തെ ദിവസം ഒപ്പിട്ട ഫയലിൽ ഉള്ള സാധനമാണ് ഈ ജന്മാവകാശ പൗരത്വം റദ്ദ് ചെയ്ത് കളയുക. അതായത് അമേരിക്കൻ പൗരന്മാരല്ലാത്ത ഭാര്യയും ഭർത്താവും വന്ന് അവർക്ക് അവിടെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ ജനിച്ചത് കൊണ്ട് മാത്രം അമേരിക്കൻ നമുക്ക് നോക്കുമ്പോൾ അതിൽ ട്രംപ് പറയുന്നതിലൊരു യുക്തിയുണ്ട്. രണ്ടുപേര് വന്ന് അവിടെ ജനിച്ചതുകൊണ്ട് മാത്രം അമേരിക്കൻ പൗരത്വം അതുമൂലമുള്ള എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കിട്ടാൻ അർഹതയുണ്ടെന്ന് പറയുന്നതിൽ ഒരു കേവല യുക്തിയിൽ അതിൽ ശരിയുണ്ടെന്ന് ചിന്തിക്കും. പക്ഷേ അമേരിക്കയിലെ ഭരണഘടന അത്തരം അങ്ങനെ കിട്ടുന്ന ജന്മാവകാശം മൂലം കിട്ടുന്ന പൗരത്വത്തിനും സകല അവകാശങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രംപിന്റെ ഈ ഉത്തരവ്, അത്തരം പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഭരണഘടനാപരമായിട്ട് തെറ്റാണ് എന്നാണ് സുപ്രീം കോടതി. അവിടുത്തെ ഭരണഘടനയിൽ അങ്ങനെ വലിയ എതിർപ്പ്, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ ജനിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പൗരന്മാർക്ക് കിട്ടുന്ന സകല ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ട്രംപ് നേരത്തെ പറഞ്ഞാൽ അരിശം മൂത്ത് പെരയുടെ ചുറ്റും വണ്ടി നടക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്, സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വലിയ നിരാശയാണ്. അപ്പൊ ഇതിനെതിരെ അമേരിക്കൻ കോൺഗ്രസ് ഉടനെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരണം, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ചർച്ചകളും ഒരുപാട് നടപടിക്രമങ്ങളും ഒക്കെ പാലിക്കേണ്ടതാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു കളയാം. ഇല്ല, അമേരിക്കയിൽ കൂടുതൽ ഇത്തരത്തിൽ അവിടെ ഉള്ള ആൾക്കാരെക്കാളും വന്നിട്ടുള്ള ആൾക്കാരില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ട്രംപിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീവ്ര ദേശീയ നിലപാടുള്ള രാഷ്ട്രീയമാണ്. അമേരിക്കക്കാർക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നയം. അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നവരെല്ലാം അമേരിക്കയിലേക്ക് വന്ന് സമ്പത്ത് കൊള്ളയടിക്കാൻ വന്നവർ എന്നുള്ളതാണ് അവരുടെ ഒരു നയം. അപ്പൊ ഈ തീവ്ര ദേശീയത ആളിക്കത്തിച്ചാണ് അദ്ദേഹം ആദ്യത്തെ ട്രംപ് ഇറങ്ങിപ്പോയത് അറിയാമല്ലോ. അദ്ദേഹം മറ്റേ ക്യാപിറ്റോൾ കലാപമൊക്കെ നടത്തി ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ അടിച്ചിറക്കി നാണം കെട്ട് പോയ ആള് വീണ്ടും പ്രസിഡന്റ് ആയതിന്റെ പിന്നിൽ ഈ തീവ്ര ദേശീയ വലതുപക്ഷ വികാരം ആളിക്കത്തിച്ചുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം നടത്തിയ പ്രചാരണത്തിൽ പറഞ്ഞിരുന്ന പ്രധാന സംഗതികളിൽ ഒന്നാണ് ഇവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ അടിച്ചു പുറത്താക്കും. കാരണം അമേരിക്ക മറ്റേ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ ജനതയിൽ വലിയ ഭീതി ഉണ്ടായിട്ടുണ്ട്. കാര്യം അവിടെ കുടിയേറുന്നവരിലേറെയും ഇതേപോലെ ഭീകര പശ്ചാത്തലമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ചും പാകിസ്ഥാൻ അല്ലെങ്കിൽ അതേപോലെ സിറിയ അതേപോലുള്ള രാജ്യത്തു നിന്നൊക്കെ വരുന്നവർ, ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുള്ള അത്തരം സ്ഥലങ്ങളിൽ നിന്ന് അമേരിക്കയിലോട്ട് കുടിയേറുന്നവർ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കും എന്നുള്ളൊരു ഭീതി അമേരിക്കക്കാർക്ക് പൊതുവെ ഉണ്ടായിരുന്നു സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം. അപ്പൊ ട്രംപിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ അത്തരം ആശങ്കകൾ ആളിക്കത്തിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം അങ്ങനെയാണ് രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടത്.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അധികാരത്തിലെത്തി ആദ്യത്തെ ദിവസം തന്നെ എക്സിക്യൂട്ടീവ് ഓർഡർ എന്നാ പറയുക. പ്രസിഡന്റ് ഇറക്കുന്ന സവിശേഷ ഉത്തരവുകളെയാണ്, അദ്ദേഹത്തിന്റെ പ്രത്യേക സവിശേഷ അധികാരം ഉപയോഗിച്ച് നടത്തുന്ന ഉത്തരവിനെയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുക. അപ്പൊ ആ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരമാണ് ഈ ജന്മാവകാശ പൗരത്വം റദ്ദ് ചെയ്തത്. അപ്പൊ അതിന്റെ ചില സാങ്കേതിക വശങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനായ ഒരു ഭാര്യയും ഭർത്താവും അവിടെ ചെല്ലുന്നു, അവർക്കൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി അമേരിക്കൻ പൗരത്വമുള്ള ഒരാളാണ്. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ നിലവിലെ അവിടുത്തെ നിയമം അനുസരിച്ച് വേണമെങ്കിൽ ഒരു വാദത്തിന് കുട്ടി ഇവിടുത്തെ പൗരത്വമാണ്, കുട്ടിക്ക് ഇപ്പോൾ ഒരു യാത്ര അസാധ്യമാണ്, അതുകൊണ്ട് ഇപ്പോൾ വിസയുടെ കാലാവധി കഴിഞ്ഞു പോയെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് അവർക്ക് കുറച്ചുകൂടി അവിടെ തുടരാനായിട്ട് സാധിക്കും അമേരിക്കയിൽ. ഇനി അവർക്ക് സ്വദേശത്തേക്ക് മടങ്ങി പോകുമ്പോൾ ഈ കുട്ടി അമേരിക്കൻ പൗരനായ ഈ കുട്ടിയെ കൊണ്ടുപോകേണ്ടിയും വരും. അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ ഇന്ത്യ വംശജരായ ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടിയാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള വിസ ഈ കുട്ടിക്ക് വേണ്ടി വരും. കാര്യം അത് അമേരിക്കൻ പൗരത്വമുള്ള ആളാണ്, ജനിച്ചത് ഇവിടെ വന്നല്ലേ. ഇനിയിപ്പോ ഇരട്ട പൗരത്വം ഉണ്ടെന്ന് സങ്കല്പിക്കുക, അത് അവരുടെ രാജ്യത്തെ നിയമം അത് അനുവദിക്കുന്നെങ്കിൽ മാത്രം. ഇപ്പൊ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൽ ഇവിടെ അമേരിക്കയിൽ വന്ന് ജനിച്ചത് കൊണ്ട് അവിടെ സ്വാഭാവിക പൗരത്വം കിട്ടുമോ ഇല്ലയോ അതിനെ ആശ്രയിച്ചിരിക്കും ഇരട്ട പൗരത്വം. ഇനിയിപ്പോൾ മടങ്ങി അങ്ങോട്ട് പോകണമെങ്കിൽ ഇതേപോലെ ഒരു വിസ വേണം. ഇതിപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവർ സാധാരണ എടുക്കുക OIC, അതായത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് 5 വർഷം വരെ മറ്റോ ഇവിടെ താമസിക്കാം, വിസ വേണ്ട എന്നുള്ളതാണ്. അതിന്റെ വന്നു പോകുന്നതിന് വിസ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലുള്ള നൂലാമാലകളുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം, അമേരിക്കൻ പൗരത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ ഉപജീവനത്തിന്റെ സാധ്യതകൾ തേടിയോ അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന് കണക്കാക്കി ബോധപൂർവം ഇതിനു വേണ്ടി വരുന്നവരുണ്ട്, അവിടേക്ക് വരിക. എന്നിട്ട് ട്രംപ് പറഞ്ഞത് അതെ, ബോധപൂർവം അവിടെ വരുന്ന അതായത് ഗർഭിണിയായിരിക്കെ അവിടെ പൗരത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ വന്ന് പ്രസവിക്കുന്നു. അല്ല, അങ്ങനെയാണ് ട്രംപ് എന്ന് പറഞ്ഞത്. അതെ, മനഃപൂർവ്വം ഇതൊരു ക്രൈസിസ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. കാരണം ഇതേപോലെ വരുന്നവര് അവിടെ വന്ന് ഇങ്ങനെ കുടിയേറുന്നവര് വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ വാദം. കാരണം ഈ കുടിയേറുന്നവർക്ക് പോലും പ്രാദേശിക ഭരണകൂടങ്ങൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. മനസ്സിലായി. അപ്പൊ ഇവര് അമേരിക്കയുടെ ട്രഷറിയിലേക്ക് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായി. ഇവര് കൃത്യമായ നികുതി അടയ്ക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ കൃത്യമായ മറ്റു കാര്യങ്ങൾ പാലിക്കുന്നവരായിരിക്കില്ല. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും കൊടുക്കേണ്ടി വരും, അവർക്ക് താമസ സൗകര്യം കൊടുക്കേണ്ടി വരും, ഭക്ഷണം ഉറപ്പുവരുത്തേണ്ടി വരും, ഇത്തരം പ്രശ്നങ്ങൾ. പിന്നെ ഈ വന്നു കയറുന്നവരിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ലഹരി വ്യാപനമോ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഈ വരുന്നവരും അമേരിക്കക്കാരും തമ്മിലുള്ള ശമ്പള കാര്യത്തിലുള്ള അന്തരം. കാര്യം ഈ വരുന്നവരെ തുച്ഛവേതനത്തിൽ പണിയെടുപ്പിക്കാനായിട്ട് അവിടെ തൊഴിൽദാതാക്കൾ ഉണ്ടാകും. പക്ഷെ അത് അമേരിക്കൻ പൗരന്മാരുടെ ശമ്പളത്തെ ബാധിക്കാൻ തുടങ്ങും. കാര്യം ചെറിയ വേതനത്തിൽ ഇവർ പണിക്ക് തയ്യാറാവുമ്പോൾ പല അമേരിക്കക്കാർക്കും തൊഴിൽ സാധ്യത പോലും ഇല്ലാണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് വലിയ പ്രചാരണം അഴിച്ചുവിട്ടതും അദ്ദേഹം ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു. മാത്രമല്ല ഈ മെക്സിക്കോ പോലുള്ള നഗരങ്ങളിൽ നിന്നൊക്കെ, അതായത് അമേരിക്കയിലോട്ട് കുടിയേറുന്നവരിൽ ഏറെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ കുടിയേറിയാൽ 40% പേരും മെക്സിക്കോക്കാരാണ്. അതിൽ വലിയൊരു വിഭാഗം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ട്രംപ് അവിടെ മറ്റേ വലിയ വേലിയൊക്കെ കെട്ടി, മതിലൊക്കെ കെട്ടിയത്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ ട്രംപ് രണ്ടാമത് അധികാരത്തിലേറിയതിനു ശേഷമാണ് ഈ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ തുടങ്ങിയത്. ഏതാണ്ട് അദ്ദേഹം അധികാരത്തിലേറിയ ആദ്യത്തെ വർഷം മാത്രമേ ഏതാണ്ട് 6.5 ലക്ഷം പേരെയാണ് അവിടുന്ന് നാട് കടത്തിയത്. ഈ 2026 മെയ് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 8 ലക്ഷത്തിനടുത്ത് ആളുകളെ നാട് കടത്തി. അതിലൊരു 4700 പേർ ഇന്ത്യക്കാരാണ്. അങ്ങനെ വന്നിട്ടുണ്ട് മുമ്പ് വാർത്ത. അതായത് അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ കൈകാലുകൾ ബന്ധിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന തള്ളിയത് ഓർമ്മയുണ്ടോ? അമേരിക്കയിലെ നിയമം അതാണ്. അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് അവിടെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തൊക്കെ വന്ന കഥകളൊക്കെ നമ്മൾ പറയും. പക്ഷേ അവിടുത്തെ രാജ്യത്തെ നിയമം അതാണ്, അത് പ്രകാരമുള്ള നടപടി എടുക്കുന്നു. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇത് ഒരു രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുമ്പോൾ വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തേണ്ടത്. ഏതായാലും അതിനെ മറികടക്കാൻ അദ്ദേഹം ഇനി നിയമ ഭേദഗതിക്കോ ഭരണഘടനാ ഭേദഗതിക്കോ ഒക്കെ ഇറങ്ങി പുറപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം നിലവിൽ ട്രംപിനെ സംബന്ധിച്ച് ഇത് കോടതിയിൽ നിന്ന് കിട്ടിയത് രാഷ്ട്രീയപരമായിട്ടൊരു തിരിച്ചടിയാണെങ്കിൽ ഇതൊന്നിൻ്റെ അവസാനമല്ല. ട്രംപിൻ്റെ പ്രഖ്യാപിത രാഷ്ട്രീയം
ഈ പറയുന്ന കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ളതാണ്. അദ്ദേഹം ഇതിനെതിരെ അദ്ദേഹത്തിന്റെ നിലപാട് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമം നടത്തും നടക്കുന്നുള്ള ഉറപ്പാണ്.